അപ്പോൾ ഞാൻ ഡൈനോടാമസിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഈ ഗെയിമിനെ പറ്റിയൊക്കെ കുറച്ച് പഠിച്ച് ഇപ്പോൾ നമ്മൾ ഒരു പ്രോ പ്ലെയർ ആയിരിക്കുകയാണ്. ഈ വീഡിയോൻ്റെ പാർട്ട് 1 നമ്മൾ ടൈം ചെയ്ത ഡൈനോസറാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത് എവോ 2 ആക്കിയതാണ്. 10 ലെവലായപ്പോൾ എവോ 2 ആക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളങ്ങനെ എവോ 2 ആക്കിയതാണ്. അപ്പോൾ നമ്മളിതിൽ സ്നോ സെലക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലോഡിങ് ഏകദേശം പെട്ടെന്നായി തീരും. കാരണം നമുക്ക് ജംഗിൾക്കും പോവാം, സ്നോക്കും പോവാം. ഇതിൽ 2 മാപ്സാണ് കൊടുത്തിരുന്നത്. അതിൽ നമുക്ക് 2 മാപ്സിലും പോയി ഇറങ്ങാം. അങ്ങനെ ഞാൻ സ്നോ മാപ്പിലെത്തിക്കണേ. ഇപ്പോൾ ഇവിടെ തോന്നുന്ന ഡൈനോസിനെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഡൈനോൻ്റെ മേത്ത് നിന്ന് അറിയാണ്ട് ഈ ഡൈനോസൊക്കെ കാട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ട്രൈ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിന് എന്താണ് എൻ്റെ മുകളിൽ കണ്ട ചുവപ്പിൽ 3 വരമാതിരി മാന്തി വരമാതിരി, അപ്പോൾ അത് വന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമ്മളാണ് ചാവൂല തോന്നുന്നുണ്ട്. ഓല് അറ്റാക്ക് ചെയ്ത് കണ്ട് ഓല് പെട്ടെന്ന് വന്ന് കണ്ട് തിരിഞ്ഞോടുന്നുണ്ട്. അപ്പോൾ ഇത് അറ്റാക്ക് ചെയ്യുമോ? എല്ലതും അറ്റാക്ക് ചെയ്യട്ടോ. ആകെപ്പാട് നമ്മളെ ഡൈനോ മാത്രമുള്ള അറ്റാക്ക് ചെയ്യാത്തെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡൈനോസും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. അത് ആ ഡൈനോൻ്റെ മേത്തും ചുവപ്പ് ഇത് കത്തിക്കണേ. ആ സമയത്തിന് ആ പുല്ല് പറിച്ചാണ്. പുല്ല് മാത്രമല്ല മഷ്റൂമും പറിച്ചിട്ടുണ്ട്. അവിടുന്ന് ചാടാനും പറ്റൂല. ഈ നീണ്ട തലമുള്ള ഡൈനോ കാട്ടോട്ടാ. ഇവരെല്ലാവരും അറ്റാക്ക് ചെയ്യണതിൽ ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇനി ജംഗിളിൽ പോയി ഇറങ്ങും. ഈ വീഡിയോ ഫുള്ള് മാപ്പിലാണ്, അല്ല അത് സ്നോയിലാണ്. അപ്പോൾ നമ്മളെ ഡൈനോ അവിടെ എത്തി. നമ്മളിതിന് മേത്ത് കയറി വെക്കുന്നതിന് ഫുള്ള് നമ്മൾ അറ്റാക്ക് ചെയ്താലും ആദ്യം തന്നെ നമ്മൾ നീണ്ട തലമുള്ള ഡൈനോനെ അറ്റാക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് 3 ഓപ്ഷനാണ് ഈ സൈഡിൽ കാണിച്ചിരുന്നത്. അപ്പോൾ അതിന് സ്റ്റാമിന ആണ്. ആദ്യം തന്നെ നമ്മൾ നന്ന മുഖത്ത് പിടിച്ച് നിൽക്കിക്കണേ. പിന്നെ ഡബിൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് പവർ റെഡി ആവുക തോന്നുന്നുണ്ട്. ഞാൻ ആ ബ്ലോക്ക് എന്നുള്ള ഓപ്ഷന് അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു ഇതിങ്ങനെ കറങ്ങി ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, അത് വരുമ്പോൾ ഞാൻ ബ്ലോക്ക് നിൽക്കുക. അപ്പോൾ ബ്ലോക്ക് ആവും തോന്നുന്നുണ്ട്. നമുക്കപ്പോൾ സ്റ്റാമിന ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേന് ചത്തു കൈസ് പാവം നമുക്കൊന്നും. നമ്മളിനി അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് സ്റ്റെഗോസോറസ് എന്ന് പറഞ്ഞ ഡൈനോനാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മാന്തിൽ, പിന്നെ ഒരു മാന്തിൽ, പിന്നെ ബ്രസ്റ്റ് അറ്റാക്ക് അങ്ങനെ എന്താ പറഞ്ഞ അറ്റാക്കും കൊടുത്ത്, പിന്നെ ഒരു മാന്തിൽ, പിന്നെ ഒരു മാന്തിൽ, പിന്നെ വാൾ ഓഫ് താനോസ് അങ്ങനെ എന്താ പറഞ്ഞ അവസാനം ഇട്ട്, പിന്നെന്താണ് പിന്നെ അറ്റാക്ക് തന്നെ. നമ്മൾ ഫുൾ അറ്റാക്കാണ്. പിന്നെ അതിൻ്റെ ഒരു അടി ബ്ലോക്ക് ചെയ്ത് പിന്നെ അറ്റാക്ക് തന്നെ. അങ്ങനെ അറ്റാക്ക് ചെയ്ത് കണ്ട് അതിൻ്റെ ഹെൽത്ത് ഏകദേശം തീർന്നിങ്ങനെ. 2 മാന്തലെടുത്തപ്പോൾ അത് തീർന്ന്. അടുത്തത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് അത് ആ കാളൻ്റെ മറ്റേ സാധനം ഉണ്ടല്ലോ, കാളേക്കാത്ത പോട്ട്, ആ ഡൈനോനാണ്. എന്തോ ട്രീസറാപ്റ്റേഴ്സ് അങ്ങനെ എന്തോ പറഞ്ഞ ഡൈനോനാണ്. അപ്പോൾ നമ്മളെന്താ ബ്രസ്റ്റ് അറ്റാക്ക് കൊടുത്ത് കണ്ട് ചാടി. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഫുൾ അറ്റാക്ക് തന്നെ. നമുക്ക് അറ്റാക്ക് ചെയ്താൽ കളിയില്ല. അതിന് എങ്ങനെയെങ്കിലും നമുക്ക് തളർത്തണം. അതിൻ്റെ അടിയിൽ നമ്മളെ ഹെൽത്ത് മഞ്ഞയിക്കണ്. അങ്ങനെ നമ്മളോട് ഫൈറ്റ് ചെയ്ത് ലാസ്റ്റ് ആ കാട്ടുപോത്തിൻ്റെ ഹെൽത്ത് തീരാനായിക്കണ്, റെഡായി. അപ്പോൾ നമ്മളതുമായി നമ്മളപ്പോത്തിന് ഹീൽ ചെയ്ത് പിന്നെ 2 അടി കൊടുത്ത പോത്തിന് അത് തീർന്ന്. അടുത്തത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കുടുംബം തോന്നുന്നുണ്ട്. അതിൻ്റെ അതേമാതിരി ഉണ്ട് കാണാൻ. നമ്മൾ അതേമാതിരി ബ്രസ്റ്റ് അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇതാണ്ട് കൊടുത്ത് പിന്നെ ഫുള്ള് മാന്തൽ തന്നെ. ഞാൻ മാന്തലെന്ന് ഉദ്ദേശിക്കണ വലിയ സ്വിച്ചാട്ടാ. അപ്പോൾ പിന്നെയും ഈ ചാടുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ തോന്നുന്നു ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമല്ലേ ചാടുന്നത്, അതെങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്നാണ് സംഭവിച്ചത്. നമ്മളെ ഹെൽത്ത് കഴിഞ്ഞിങ്ങനെ റെഡായി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അപ്പോൾ അതിന് ഹീൽ ചെയ്ത് കണ്ട് പിന്നെയും ഫൈറ്റ് തന്നെ. അങ്ങനെ നമ്മളെ ഈ ഓപ്പോസിറ്റ് ഉള്ളവൻ്റെ ഹെൽത്ത് നമ്മൾ റെഡാക്കി ഒരടിയും കൂടി കൊടുത്ത് തീരും. അങ്ങനെ അവനും തീർന്നു. ഇവിടെയുള്ള ഡൈനോസൊക്കെ അങ്ങനെ തീർന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടോ ബാക്കി? പിന്നെ കണ്ട് എല്ലാവരും പേടിച്ച് ഓടിയിരുന്നു. അപ്പം നമ്മളിനടുത്ത് മോൾക്ക് കയറുകയാണ്. നമ്മൾ പ്രോ പ്ലെയർ ആയിട്ട് നമ്മൾ എത്രത്തിന് അടിച്ചിട്ടത്. നമ്മളൊരു സംഭവമാണ്. അവിടെ ഒരു ഡൈനുണ്ട്, അതിനും കൂടി അടിച്ചിടണം. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഡൈനോനെ കണ്ടുമുട്ടിക്കണേ. അപ്പോൾ അതിന് ഫൈറ്റിംഗ് മോഡായിക്കണേ. അപ്പം നമ്മൾ ഹാമർ ടെയിൽ കൊടുത്ത്, പിന്നെ ഒരു അറ്റാക്ക് കൊടുത്ത്, പിന്നെ വാൾ ഓഫ് താനോസ് എന്ന് പറയുന്ന സാധനം കൊടുത്ത്,
അപ്പോൾ അത് നമ്മൾ അടിച്ചുമ്പോൾ ആ ഇതിന്മേൽ മുള്ളുമ്മ തട്ടിക്കാണ്ട് ഓലെ ഹെൽത്തും കുറയും നമ്മളെ ഹെൽത്തും കുറയും. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു അടി ബ്ലോക്ക് ചെയ്ത് പിന്നെ എന്താണ് പിന്നെ ഫൈറ്റ് തന്നെ. അങ്ങനെ നമ്മളെ ഹെൽത്ത് തീർന്നിനി. അപ്പോൾ നമ്മളൊന്നും കൂടി ഹീൽ ചെയ്ത് പിന്നെ ഫൈറ്റ് അടുത്തന്നെ. അപ്പോൾ അതിൻ്റെ ഹെൽത്ത് റെഡ് ആയിക്കണ്. അപ്പോൾ ഒരടിയും കൂടി കൊടുത്തത് തീരും. അപ്പോൾ അത് തീർന്നിങ്ങനെ. അങ്ങനെ നമ്മൾ 5ാമത്തെ ഡൈനോനെയാണ് അടിച്ചിട്ടിരിക്കുന്നത്. എബിലിറ്റീസിൽ കയറി വെക്കണമെങ്കിൽ നമ്മൾ എന്താണ് വാൾ ഓഫ് താനോസും ഹാമർ ടൈലും ആയി നമ്മളെല്ലതും എന്താണ് .2 ആക്കി വെച്ചിരിക്കണേ. നിങ്ങളുടെ പച്ച ഒരു പ്ലസ് ബട്ടൺ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ കാണിച്ചു നമ്മൾക്ക് എത്ര പോയിന്റ് ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ടൈമിൽ ഇങ്ങനെ നെക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോയിന്റ്സ് ആണെന്നാണ്. അങ്ങനെ നമ്മൾ മല കയറി പോയപ്പോൾ സ്റ്റെഗോസോറസിനെ പിന്നെയും കണ്ട് നമ്മളൊരു ഹാമർ ടൈലും കൂടി കൊടുത്ത് പിന്നെ വാൾ ഓഫ് താനോസ് ഇട്ട് പിന്നെ അറ്റാക്ക് ചെയ്യുന്ന ബട്ടൺ ഇങ്ങനെ നെക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ബ്ലോക്കും നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ അടി നമുക്ക് കൊള്ളാതെ ആവും തോന്നുന്നുണ്ട് ബ്ലോക്ക് വെക്കുമ്പോൾ. അങ്ങനെ നമ്മൾ 6ാമത്തെ ഡൈനോനായിട്ടാണ് ഇപ്പോൾ ഫൈറ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫൈറ്റ് ഉണ്ടാക്കിയ സ്റ്റെഗോസോറസിൻ്റെ ഹെൽത്ത് തീർന്നിങ്ങനെ. ഒരടിയും കൂടി കൊടുത്താൽ സ്റ്റെഗോസോറസും തീർന്ന്. അങ്ങനെ ഞാൻ അതിന് എന്താണ് തപ്പിക്കാണ്ടത് ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ നമ്മളെ അടുത്തുണ്ടല്ലോ ഈ ഡൈനോ ആംഗ്ലിസോറസ് അതിൻ്റെ എവോ 3 അവിടെ കണ്ട്. പിന്നെ ഇത് സ്റ്റെഗോസോറസ് അതിൻ്റെയൊക്കെ ലെവൽ 11 നമ്മൾ ഇത്ര നേരം അടിച്ചിട്ട് ഡൈനോസിൻ്റെ ലെവലൊന്നും ഞാൻ നോക്കിയിട്ടില്ലേന്. ഈ ഡൈനോൻ്റെ ലെവൽ നോക്കിയപ്പോൾ 11 ഉണ്ട്. അങ്ങനെ ഞാൻ ഇറങ്ങി അങ്ങോട്ടോ പോകുന്നുണ്ട്. ഇവിടെ വയ്യ തീർന്ന്. അങ്ങനെ നമ്മൾ തോനെ ഡൈനോൻ്റെ മേത്തില്ലേനെ. അപ്പോൾ നമ്മൾ ഡൈനോൻ്റെ മേത്ത് ഇറങ്ങി കണ്ടൊന്ന് കൂളാവുകയാണ്. ഈ ഗെയിമിൽ ഇമോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഡാൻസും ഉണ്ട്. പിന്നെ ടാറ്റ കളിക്കുന്ന ഒരു ഇമോട്ട്. ഈ 2 ഇമോട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ഫൈറ്റ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒന്ന് കോളായി വീണ്ടും ഡൈനോൻ്റെ മേത്ത് തന്നെ. പക്ഷെ അപ്പോൾ ഞാൻ ഈ അടുത്ത ഭാഗത്ത് ശ്രദ്ധിച്ചത് ഗസ്റ്റോ, ബേസ്, സ്നേക്ക്, മൗണ്ട് എന്ന് പറയുന്നത് ഡൈനോൻ്റെ മേത്ത് കയറാനുള്ളത്. സ്നേക്ക് എന്ന് പറയുന്നത് ഇരിക്കാനുള്ളതാണ്. ബേസ് എന്ന് പറയുന്നത് നമ്മളെ ഉള്ള സ്ഥലത്ത് പോകാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗസ്റ്റ് കയറിയിരിക്കണം. അപ്പം നമ്മളടുത്തുള്ള ഡൈനോ ആണ് നമ്മൾ നേരത്തെ കണ്ടതാ. ഇത് അതിൻ്റെ എവോ 3 ആണ്. ഇത് എവോ 1. ഇതാണ് നമ്മളടുത്ത് ആദ്യം ഉള്ളത്. ഇപ്പോൾ എവോ 2ലാണ് നമ്മളെ ഇതുള്ളത് ഡൈനോ ഉള്ളത്. അപ്പോൾ നമുക്ക് എവോ 3 ആക്കണം. അങ്ങനെ വിചാരിച്ചുകൊണ്ട് വീണ്ടും ഞാൻ ഫൈറ്റ് ഉണ്ടാക്കാൻ പോയി. ഇത് ഡൈനോ പറക്കുമോ എന്താണോ. ഞാൻ തുടക്കത്തിൽ തന്നെ കൊടുക്കുന്നത് ഹാമർ ടൈലാണ്. അത് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ വാൾ ഓഫ് താനോസും ഇത് 2ഉം കൂടി കൊടുക്കും. പിന്നെ ഫുൾ അറ്റാക്ക്. സ്റ്റാമിന ഫുള്ളാണ് വരെ അറ്റാക്ക് തന്നെ. അങ്ങനെ 2ആൾ ഫൈറ്റ് ചെയ്ത് അവൻ്റെ ഹെൽത്ത് തീർന്ന്. അപ്പോൾ ഞാൻ ഒരു കടി അടിച്ച് അവനങ്ങ് തട്ടിയാണ്. അങ്ങനെ ഞാൻ ബേസിൽ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര മതി. അപ്പോൾ നമ്മൾ ബേസിൽ പോവാണ്. എപ്പോഴും ലോഡിങ് ആണ്. അങ്ങനത്തെ ലോഡിങ്ങൊക്കെ പെട്ടെന്ന് ഔട്ടാ. നമ്മൾ ഗെയിമിൽ ഫസ്റ്റായിട്ട് ആവുമ്പോഴുള്ള അതൊന്നും വേണ്ട. അപ്പോൾ നമ്മളെ കൂട്ടുകാരനെ ഡൈനോനെ ആക്കി കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ പാർട്ട് 3 നിങ്ങൾ കാത്തിരിക്കുക. നമ്മൾ ഡൈനോൻ്റെ കൂട്ടുകെത്തിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ മേത്തുനിന്ന് ഇറങ്ങിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ബൈ.